ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഭാരതത്തിൻ്റെ ശബ്ദം മൃതരായവരെ ഉയർത്തി നിൽക്കുന്നു, ഈ നാട് സ്വന്തം കാലിൽ നിൽക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനി അങ്ങോട്ട് ഈ ഒരു രാഷ്ട്രം, അതൊരു സമർത്ഥ ഭാരതം, ഒരു വിശിഷ്ട ഭാരതം സാധ്യമാക്കാനുള്ള എന്ത് നറേറ്റീവാണ് ഒരു ദേശീയ ചിന്തകൻ എന്നുള്ള നിലയിൽ അങ്ങേക്ക് പറയാനുള്ളത്? ഞാൻ പലവട്ടം അത് ഇതിനിടയിൽ ഭംഗിതരേണ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭാരതത്തിന് ലോകത്തിൻ്റെ മുമ്പിൽ വയ്ക്കാനുള്ളത് ഒരു വലിയ ദർശനമാണ്, ഭാരതത്തിൻ്റെതായ ദർശനം. നോക്കൂ, കഴിഞ്ഞ ഒരു 100 വർഷക്കാലത്തെ ലോക ചരിത്രം പരിശോധിച്ചാൽ, വേണമെങ്കിൽ 125 വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ, കടന്നു വന്ന പ്രത്യയശാസ്ത്രങ്ങൾ മുഖ്യമായും 3 പ്രത്യയശാസ്ത്രങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നത് നമ്മുടെ കൺമുമ്പിൽ നടക്കുകയാണ്. 2 നിശേഷം തകർക്കപ്പെടുകയും ആ 2 തകർക്കാൻ കാരണമായ ദർശനവും ഇന്ന് പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം, കമ്മ്യൂണിസ്റ്റ് ആശയം. ലോകത്ത് മുഴുവൻ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ പാലും തേനും ഒഴുക്കാൻ വേണ്ടി രംഗപ്രവേശം ചെയ്ത, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യം എന്ന മോഹനമായ നടക്കാത്ത സ്വപ്നം അത് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ ബോധ്യപ്പെട്ടു ഇത് സാധ്യമല്ല, ഉള്ള ഒന്നല്ല. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയെ തെറ്റ്. കാരണം 2ാം ലോക മഹായുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് അവർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു ലോകത്തുള്ള തൊഴിലാളികളൊന്നും ഒന്നാവുന്നില്ല എന്ന്. ജർമ്മനിയുടെ തൊഴിലാളികൾ ജർമ്മനിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ റഷ്യയുടെ തൊഴിലാളി റഷ്യക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ആ ആശയത്തിൻ്റെ മുമ്പാകെ ഒരു വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മനുഷ്യൻ്റെ മുക്തിയുടെ, വിമോചനത്തിൻ്റെ ഒരു ലിബറലിസത്തിൻ്റെ സിദ്ധാന്തം ഉയർന്നു വന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ മുദ്രാവാക്യം. ഈ കെട്ടിയിട്ട് അടിച്ചമർത്തുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകര സിദ്ധാന്തം അല്ല വേണ്ടത്, നമുക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്നുള്ളൊരു ആശയഗതി. ഇതേ ആശയഗതി തന്നെയാണ് സത്യത്തിൽ ഫാഷിസത്തിനെതിരായും ഉയർന്നു വന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമായാലും ഫാഷിസ്റ്റ് സിദ്ധാന്തമായാലും ലിബറൽ ആശയങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അത് തകർന്നു പോകുന്നതും പിന്നോട്ടടിക്കപ്പെടുന്നതും കാണുകയാണ്. പിന്നെ ഏതാണൊരു 4ാമത്തെ മാർഗം എന്ന ഒരു വലിയ ചിന്തയിലാണ്. വാട്ട് ഈസ് ദറ്റ് 4th പൊളിറ്റിക്കൽ തോട്ട്? ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ടാണ് ഞാൻ പറഞ്ഞത്. റഷ്യയിലെ അലക്സാണ്ടർ ഡുഗിൻ എന്ന് പറഞ്ഞാൽ പുച്ചിൻ്റെ ധാർമ്മിക ഗുരുവാണ്, ആചാര്യനാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ഈ 4th പൊളിറ്റിക്കൽ തോട്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഒരു 4ാമത്തെ ദർശനം, അത് യഥാർത്ഥത്തിലുള്ള ഒരു ലിബറലിസത്തിലേക്ക് എത്തുന്നതായിരിക്കണം. ഒരു യൂറോപ്യൻ ലിബറലിസം അല്ല. ആ ലിബറലിസത്തിനും ചില കെട്ടുപാടുകളുണ്ട്. ആ യഥാർത്ഥ ലിബറലിസം ലോകത്തിന് മുമ്പ് കൊടുക്കുന്ന ദർശനം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടോ, ഹിന്ദു ആണെന്നതിൽ അഭിമാനിക്കുന്നത് കൊണ്ടോ, ഭാരതത്തിൽ എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടോ മാത്രം ഞാനത് ഉദ്ധരിക്കുകയല്ല. കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഡ്യൂഗിന് അത്തരം പദപ്രയോഗങ്ങൾ ആ പുസ്തകത്തിൽ നടത്തുന്നില്ലെങ്കിലും മൗനങ്ങളെ വ്യാഖ്യാനിച്ചെടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥ ലിബറലിസം അത് ഭാരതീയ ദർശനമാണ്. നോക്കൂ, വിദ്യ പോലും എന്തിന് എന്ന് ചോദിക്കുമ്പോൾ ഭാരതീയ വൈദിക ഋഷിമാർ പറഞ്ഞെന്താ ഉത്തരം? സാ വിദ്യ യാ വിമുക്തയേ എന്നാണ്. ഏതവളാണ് വിദ്യ എന്നാ ചോദിക്കുന്നത്. സംസ്കൃത വ്യാകരണ ദൃഷ്ട്യാ സാ വിദ്യ എന്ന് ചോദിച്ചാൽ ഏതവളാണെന്നാണ്. വിദ്യയെ സ്ത്രീ ആയിട്ടാണ് കാണുന്നത്. സ്ത്രീ മനുഷ്യജന്മത്തിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞതല്ല ഭാരതത്തിൻ്റെ ദർശനം എന്ന ഒരൊറ്റ സ എന്ന പ്രയോഗത്തിൽ തന്നെ വരികയാണ്. ഈ മറ്റു ചില പാശ്ചാത്യ മതചിന്തകളും രാഷ്ട്രീയ ചിന്തകളും പോലും സ്ത്രീയെ ഒരു മനുഷ്യജന്മമായി അംഗീകരിക്കുന്നില്ല. ദേ കൻ നോട്ട് ബി കൺസിഡർഡ് ആസ് ഹ്യൂമൻ ബീയിങ്സ്. വലിയ ചർച്ചകളായിരുന്നു. ഞാൻ ആ മതങ്ങൾ ഏതൊക്കെയാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഭാരതം ആദ്യകാലം മുതലേ പറഞ്ഞത് വിദ്യ അത് സ്ത്രീ രൂപത്തിലാണ്. ആ സ്ത്രീ വിദ്യ എന്താണ്? ആരാണോ സമ്പൂർണ്ണ മുക്തിക്ക് കാരണമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത്, ഏറ്റവും അങ്ങേയറ്റത്തെ ലിബറൽ ഇൻഡിപെൻഡന്റ് തോട്ട്, ഫ്രീ, സ്വതന്ത്രമാക്കുക. ആ സ്വതന്ത്രമാക്കുന്ന ദർശനത്തെയാണ് ഭാരതീയ ദർശനം എന്ന് പറഞ്ഞത്. സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിൽ പോയി
ലോകത്തിൻ്റെ നെറുകയിൽ ഭാരതീയ വിജയ വൈജയന്തി പാറിക്കളിപ്പിച്ചുവെങ്കിൽ അതിലേറ്റവും പ്രധാനമായ ഒരു വസ്തുത ഈ അങ്ങേയറ്റത്തെ ദ അൾട്ടിമേറ്റ് ലിബറൽ തോട്ട് അദ്ദേഹം അവിടെ വെച്ചു, ഹിന്ദു തോട്ട് അവിടെ വെച്ചു എന്നത് തന്നെയാണ്. അദ്ദേഹം തുടക്കം കുറിച്ചു, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു ദ മദർ ഓഫ് ഓൾ റിലീജിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ തൻ്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിനടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിന് സത്യം പറയാൻ ആരുടെയും മോൻ നോക്കേണ്ടിയിരുന്നില്ല. പൊളിറ്റിക്കലി കറക്റ്റ് ആകേണ്ട ആവശ്യം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, ഐ എം റെപ്രസെന്റിങ് ദ മദർ ഓഫ് ഓൾ റിലീജിയൻസ്. എല്ലാ മതങ്ങളുടെയും മാതാവായ മതത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ വന്നിട്ടുള്ളത് യഥാമാം പ്രപദ്യന്തേ താംസ്തദൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ എന്ന ഗീതാതത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഏതൊരാളും ഏത് വ്യക്തിയും അവൻ ആഗ്രഹിക്കുന്ന രൂപത്തിലോ അരൂപത്തിലോ ഈശ്വരനെ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ, അവനൊരു മാർഗം തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ ആ രൂപത്തിലോ ആ അരൂപത്തിലോ, രൂപമില്ലായ്മയിലോ, ജപിക്കുന്ന മന്ത്രത്തിലോ മന്ത്രമില്ലായ്കയിലോ, അതിലൂടെ എല്ലാം ഞാൻ അവനെ അങ്ങോട്ട് പ്രാപിച്ചു കൊള്ളാമെന്ന ഉറപ്പ് തരുന്ന ദർശനത്തിൻ്റെ വക്താവാണ് ഞാൻ. അതാണ് ഫ്രീഡം, അൾട്ടിമേറ്റ് ലിബറലിസം, സാ വിദ്യായ വിമുക്തേ എന്നൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹം പറയാണ് ഗീത കോട്ട് ചെയ്തിട്ട്. പിന്നീട് അത് പോരാ, കുറച്ചുകൂടി ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടാണ് ശിവമഹിംന സ്തോത്രത്തിലെ പ്രസിദ്ധമായ ത്രയീ സാഖ്യം യോഗം പശുപതിമതം വൈഷ്ണവമിതി എന്ന് തുടങ്ങുന്ന ശ്ലോകം. മൊത്തം ശ്ലോകം ഉദ്ധരിച്ചെല്ലാം കൂടെ പോയാൽ വായു എനിക്ക് തന്നിട്ടുള്ള സമയം തീർന്നു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഏതൊരു കാഴ്ചപ്പാടും ആ കാഴ്ചപ്പാടിൻ്റെ നന്മയിലും തെളിമയിലും പൂർണിമയിലും പരിശുദ്ധിയിലും അതിന് മനുഷ്യരെ മോചിപ്പിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ദർശനം. അതിനെയാണ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസത്തിൻ്റെയും ഫാഷിസത്തിൻ്റെയും യൂറോപ്യൻ ലിബറലിസത്തിൻ്റെയും അപ്പുറത്ത് ലോകത്തിൻ്റെ മുമ്പാകെ നൽകാനുള്ള ഒരു യഥാർത്ഥ സ്വതന്ത്രതയുടെ ദർശനം, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ ദർശനം. ഈ യൗകികമായ താന്ത്രികമായ പൂജാ പദ്ധതികളിലൂടെയൊക്കെ അല്ലെങ്കിൽ സാധനാ പദ്ധതികളിലൂടെയൊക്കെ നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ആ ഉയർന്ന തലമേതാ സ്വാതന്ത്ര്യത്തിൻ്റെ തലമാണ്. ആ സ്വതന്ത്രതയുടെ ദർശനം മനുഷ്യവംശത്തെ ലിംഗത്തിനനുസരിച്ച് വേർതിരിക്കാത്ത, മൃഗങ്ങളിലും മരങ്ങളിലും പുഴകളിലും പർവ്വതങ്ങളിലും പോലും ആത്മചൈതന്യം കുടികൊള്ളുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ഒരു ദർശനത്തിനാണ് ലോകത്തിന് മാർഗം കാണിച്ചു കൊടുക്കാൻ കഴിയുക. ആ ദർശനം, ഞാനത് പറയുമ്പോൾ പഴയതിനെല്ലാം അതേപടി ആവർത്തിക്കപ്പെടണം എന്നുള്ള അർത്ഥത്തിലുമല്ല, പുതിയ കാലത്തിന് അനുയോജ്യമായ ഈ മാറാതെ നിൽക്കുന്ന ഈ ദർശനം. സ്വാമി രംഗനാഥാനന്ദജി അദ്ദേഹം പറയാറുണ്ടായിരുന്നു, എറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റീസ്. സൊസൈറ്റി ഈസ് ചേഞ്ചിങ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്, ബട്ട് ഇറ്റ് മസ്റ്റ് ഹാവ് എ ബേസിസ്. ഒരു ഫണ്ടമെൻ്റൽ ഉണ്ടാവണം, അത് എറ്റേണൽ വാല്യൂസ് ആണ്. ആ എറ്റേണൽ വാല്യൂസ്, ചിരന്തനമായ ആ മൂല്യങ്ങൾ ലോകത്തിൻ്റെ മുമ്പാകെ വയ്ക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട്, അതിനാണ് ഇന്ന് ഒരു, ഞാൻ പറയുന്നില്ല പരിപൂർണമായി ഉയർത്തെഴുന്നേറ്റു എന്നൊന്നും, പക്ഷെ അതിലേക്കൊരു ദൃശ്യം, ഒരു ചെറിയ തിരിവ്, ഒരു ചെറിയ താല്പര്യം ജനങ്ങളിൽ വളരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇന്ന് ഭാരതത്തിൽ പലയിടത്തും പല രൂപത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് സൺഡേ ഗാർഡിയൻ 1914 അവരുടെ ഒരു എഡിറ്റോറിയൽ, ഏത് സാഹചര്യത്തിൽ എഴുതപ്പെട്ട എഡിറ്റോറിയലാണെന്ന് ഞാനിപ്പോൾ ആ എഡിറ്റോറിയലിൻ്റെ വരികൾ ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാകും. ടുഡേ will go down in the history of the world as Bharat has attained the actual freedom. ഇന്നത്തെ ഈ ദിവസം ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തപ്പെടാൻ പോവുകയാണ്. എന്തായി? 1914 നേരത്തെ പറഞ്ഞു എന്നറിയില്ല, 2014 ഭാരതം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നേടി എന്ന് എഴുതും. അടുത്ത വരിയിൽ സൺഡേ ഗാർഡിയൻ്റെ പത്രാധിപർ എഴുതുകയാണ്. ആ പത്രാധിപർ എഴുതിയത് ഭാരതത്തിൽ ഇരുന്നല്ല കേട്ടോ, ഇംഗ്ലണ്ടിൽ ഇരുന്ന് എഴുതുകയാണ്. ടുഡേ അറ്റ് ലാസ്റ്റ് ഇംഗ്ലീഷ് ലെഫ്റ്റ് ഭാരത്. ഭാരതത്തിൽ നിന്ന്, അങ്ങനെ ഇന്ത്യ എന്ന് എഴുതിയത് എനിക്കത് നാവിൽ വരാത്തതുകൊണ്ട് ഞാൻ ഭാരതം എന്ന് പറഞ്ഞതാണ്. ഈ ഭാരതത്തിൽ നിന്ന് ഇംഗ്ലീഷുകാർ തിരിച്ചു പോകാൻ തുടങ്ങിയെന്നാണ്. സ്വാതന്ത്ര്യം എന്ന വാക്കിനുള്ള മറ്റൊരർത്ഥം എന്താണ്? കൊളോണിയാലിറ്റിയിൽ നിന്ന് മുക്തരാവുന്നു എന്നാണ് അർത്ഥം. കൊളോണിയൽ വാഴ്ചയുടെ നന്മകളെക്കുറിച്ച് പേർത്തും ആലോചിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പോലെ സ്വതന്ത്രരല്ല നമ്മൾ. ആ കൊളോണിയലിസത്തിൽ നിന്ന് ഭാരതം മുക്തരാവുകയാണ്.
Indian minds are being decolonized and it is slowly transforming into Bharatiya man. ഇന്ത്യൻ മൈൻഡ്സ് എന്ന് പറയുമ്പോൾ അത് കൊളോണിയൽ മൈൻഡാണ്. ആ കൊളോണിയാലിറ്റിയിൽ നിന്ന് ഡീകോളനൈസ് ചെയ്യണം. അതാണ് സ്വാതന്ത്ര്യം. അത് തുടങ്ങിയിരിക്കുന്നു. ഒരു പാശ്ചാത്യ പത്രം എഴുതിയ അവരുടെ എഡിറ്റോറിയലിലെ ഭാഗം ഞാൻ ഉദ്ധരിച്ചു എന്നതുകൊണ്ട് അന്നു മുതൽ എല്ലാം ശരിയായി എന്നൊന്നും കണക്കാക്കുന്ന ആളൊന്നുമല്ല ഞാൻ. ദിശ ശരിയാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ആ ദിശയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് പല സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു.